നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിതിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് സാക്ഷാൽ ഭഗവതി നിമിത്തമാണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവരും കേൾക്കണം. ഭഗവതിയാണ് എന്നെ കൊണ്ടിത് പറയിച്ചത്, നിങ്ങളിത് കാണാൻ നിമിത്തമായത്. അമ്മ മഹാമായ ആദിപരാശക്തിയുടെ 6 രഹസ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ 6 കാര്യങ്ങളിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യണം കേട്ടോ. ഭഗവതിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ തീർക്കാനായിട്ട് ഒരവസരം നൽകിയതാണ്. ഈ 6 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവതി നിങ്ങളുടെ വീട്ടിൽ വന്ന് അനുഗ്രഹിക്കുന്ന 6 കാര്യങ്ങളാണ്. 6 എണ്ണം പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം, എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. 6 എണ്ണത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്തു നോക്കൂ. ഭഗവതി ആ വീട്ടിൽ വരും. എല്ലാ ദുഃഖ ദുരിത ദാരിദ്ര്യങ്ങളും സകല സങ്കടങ്ങളും തീർത്ത് ആ വീട് രക്ഷപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സ്വപ്നമുണ്ടെങ്കിലും എന്താഗ്രഹം ഉണ്ടെങ്കിലും ഈ 6 കാര്യങ്ങളിൽ ഒരെണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യൂ. നിങ്ങളുടെ ആഗ്രഹം സഫലമാകും, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭഗവതിയായിട്ടാണ് എന്നെ കൊണ്ട് പറയിച്ചത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ, നിങ്ങളുടെ ഈശ്വര വിളിയുടെ ഒരു ഉത്തരമെന്നോണം നിങ്ങളുടെ മുന്നിൽ ഒരു വഴി തെളിയിച്ചു തന്നതായിരിക്കും ഭഗവതി എന്നുള്ളത്. അത്രയും സത്യമുള്ള, അത്രയും ശക്തിയുള്ള 6 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. 6ൽ ഒരെണ്ണം എല്ലാവരും മറക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. ഇവിടം കൊണ്ട് വെച്ചടി കുതിച്ചുയരുന്നതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഒന്നൊന്നായിട്ട് ഞാൻ പറയാം, കേട്ടു നോക്കൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവരാണോ? വിളക്ക് കത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കണക്ക് ഒന്ന് വിളക്ക് കത്തിച്ച് നോക്കണേ. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവതി അവതരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ പെരുമഴ പെയ്യും എന്നുള്ളതാണ്. അതായത് എല്ലാ വെള്ളിയാഴ്ച ദിവസവും വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ അടുത്തായിട്ട് ഒരു ദേവി ചിത്രം വയ്ക്കുക. അത് ഏത് ചിത്രമാവാം കേട്ടോ. മഹാലക്ഷ്മി ചിത്രമാകാം, ഭഗവതി ചിത്രമാകാം, ഭദ്രകാളി ചിത്രമാകാം, ദുർഗാ ചിത്രമാകാം, അതല്ല നിങ്ങളുടെ ഏതെങ്കിലും ദേശദേവതയുടെ ചിത്രമാകാം. ദേവി സ്വരൂപമായിരിക്കണം. ഭഗവതി ശക്തി സ്വരൂപിണി, എല്ലാം ആദിപരാശക്തിയിൽ നിന്നുള്ളതാണ്. അപ്പം ആ ഒരു ദേവി രൂപമായിരിക്കണമെന്ന് മാത്രം. അത് ഏത് ദേവിയാണെന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ചിത്രം വെച്ചാൽ മതി, അതിനുവേണ്ടി വാങ്ങണമെന്നൊന്നുമില്ല. ഒരു ദേവി ചിത്രം എല്ലാ വെള്ളിയാഴ്ച, പൂജാമുറി ഉള്ളവരാണെങ്കിൽ ആ ദേവി ചിത്രത്തിന് മുന്നിലായിരിക്കുമല്ലോ വിളക്ക് കത്തിക്കുന്നത്, അവർക്ക് പ്രശ്നമില്ല. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ അടുത്ത് ഒരു ദേവി ചിത്രം വയ്ക്കുക. ആ ദേവി ചിത്രത്തിന് മുന്നിൽ ഒരു നല്ല പാത്രമോ അല്ലെങ്കിൽ ഒരു താലമോ വെച്ചിട്ട് അതിൽ ഒരു വെറ്റില എന്ന് പറഞ്ഞാൽ നല്ല മുഴുത്ത കീറലൊന്നും ഇല്ലാത്ത നല്ല ഒരു വെറ്റിലയില വെച്ച് ആ വെറ്റിലയിലേക്ക് മുകളിൽ കുറച്ച് കുങ്കുമം ഉണ്ടാവുമല്ലോ, സിന്ദൂരം, കുങ്കുമം എന്നൊക്കെ പറയുന്നത്, അതൊരു ചെറിയ ചെപ്പിനകത്ത് വാങ്ങി വെച്ചിട്ട് എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പം നിലവിളക്കിൻ്റെ അടുത്ത് ദേവി ചിത്രം വെച്ച് ആ ദേവി ചിത്രത്തിന് മുന്നിൽ ഒരു ചെറിയ താലം അല്ലെങ്കിൽ പാത്രം വെച്ച്, അല്ലെ ഒരു ചെറിയ പൂജാതാലം വെച്ച് അതിനുള്ളിൽ ഈ വെറ്റില വെച്ച് ആ വെറ്റിലയ്ക്ക് മുകളിൽ കുറച്ച് കുങ്കുമം കുടഞ്ഞിട്ട്, അവിടെ കാണിച്ചിട്ടുള്ള പോലെ കുങ്കുമം കുടഞ്ഞിട്ട് ഐശ്വര്യമായിട്ട് ആ വെറ്റില കുങ്കുമം ഭഗവതി ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക. എന്നിട്ട് അവിടെ വേണം നിലവിളക്ക് കത്തിക്കാൻ എന്ന് പറയുന്നത്. അപ്പം നിലവിളക്ക് കത്തിച്ചിട്ട് ദേവി ചിത്രമെല്ലാം ഒരുക്കി വെച്ച് നിലവിളക്ക് കത്തിച്ചിട്ട് നിലവിളക്കിൻ്റെ മുന്നിൽ ഒരു പൂജാതാലത്തിൽ വെറ്റിലയും കുങ്കുമവും എല്ലാ വെള്ളിയാഴ്ചയും സമർപ്പിക്കുക. ഇത് ഒരുപാട് പേര് ചെയ്യുന്നതാണ്. ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ വിജയ രഹസ്യമെന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഭഗവതി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്, നമ്മളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ വെറ്റില കുങ്കുമ സമർപ്പണം എന്ന് പറയുന്നത്. അത് സമർപ്പിച്ച് ഐശ്വര്യമായിട്ട് ദേവിയെ തൊഴുക എന്നുള്ളതാണ്. ഓം മഹാദേവിയെ നമ,
ഓം മഹാദേവ്യേ നമ, ഓം മഹാദേവ്യേ നമ എന്ന് നിങ്ങൾക്ക് 12 ഉരുവോ 36 ഉരുവോ 108 ഉരുവോ ചൊല്ലാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 12 തവണ ഓം മഹാദേവ്യേ നമ എന്ന് ചൊല്ലി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുഃഖ ദുരിതങ്ങളും തീരും. ആ വീടിന് ഐശ്വര്യം ഉണ്ടാവും, ആ വീട്ടിലെ ഇളമുറക്കാർ കുഞ്ഞുങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവും. ജീവിതത്തിൽ ഒന്നടങ്കം ആ കുടുംബത്തിലെ എല്ലാ വ്യക്തികൾക്കും അതിൻ്റേതായ ഐശ്വര്യവും ഉയർച്ചയും കിട്ടുന്നതാണ്. ഒരുപാട് ആളുകൾ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ചെയ്യുന്നവരാരും ഇത് പുറത്ത് പറയില്ല എന്ന് മാത്രം. കാരണം അതവർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത് കൊണ്ട് മറ്റാരോടും അത് പുറത്ത് പറയാതെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഞാൻ എന്നെ കാണാൻ വരുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നതും അവരൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ മാറ്റങ്ങളും ഐശ്വര്യവും കണ്ടു തുടങ്ങിയ അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും ഏതൊക്കെ വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നുണ്ടോ ആ വെള്ളിയാഴ്ചകളിലെല്ലാം വിളക്ക് കത്തിക്കുമ്പം ഒരു വെറ്റിലക്കൊടിയും കൂടെ കൊണ്ടുവന്ന് കടയിൽ നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു വെറ്റില നട്ട് വളർത്തുക. 1, 2, 3 വെറ്റില വീടിൻ്റെ വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും നട്ട് വളർത്തി അതിൽ നിന്ന് ഇലയിറുത്താലും മതി എന്നുള്ളതാണ്. ഇപ്പം എല്ലാ വെള്ളിയാഴ്ചയും പോയി വാങ്ങുന്നത് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 3, 4 വെറ്റിലക്കൊടി അങ്ങ് വീട്ടിൽ നട്ട് വളർത്തണം വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇല ഉണ്ടാവും എപ്പോഴും. അപ്പം അതിൽ നിന്ന് ഇല ഇറുത്തുകൊണ്ട് വന്ന് ഇത് ചെയ്തു തുടങ്ങുക. ജീവിതം ഐശ്വര്യപൂർണ്ണമായി കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. വിളക്ക് കത്തിച്ച് വെറ്റിലയും കുങ്കുമവും സമർപ്പിച്ച് എല്ലാ വെള്ളിയാഴ്ച തോറും വിളക്ക് തൊഴുക. അടുത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പിറന്നാൾ ദിവസം ഉണ്ടല്ലോ. പിറന്നാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിച്ച നാള് വരുന്ന ദിവസം. എല്ലാ വർഷവും നിങ്ങൾക്ക് പിറന്നാൾ ഉണ്ടാവുമല്ലോ. ആ പിറന്നാൾ എന്നാണ് എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിനടുത്ത് ദേവീ ക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ, ഭഗവതി ക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യം പിറന്നാൾ ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ പോയി ചെയ്യണേ. ഏറ്റവും ഗംഭീരമാണ്. പിന്നെ ആ ഒരു വർഷം നിങ്ങൾ വേറെ ഒരു വഴിപാടും ഒരു പൂജയും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവതിയുടെ കൃപയുണ്ടാകും. ഏതൊരാപത്തിലും കൈത്താങ്ങായി ഭഗവതി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി അഥവാ നിങ്ങൾ അന്യനാട്ടിലാണ്, ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും പോയി ചെയ്താലും മതി എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യം കേട്ടോ. വർഷത്തിൽ വെറും ഒറ്റ ഒരു തവണ ചെയ്യേണ്ട കാര്യമാണ്. അത് ദേവീക്ഷേത്രത്തിൽ ചെയ്യാം. ഭദ്രകാളി ക്ഷേത്രം, ദുർഗാദേവി ക്ഷേത്രം, ഇങ്ങനെയുള്ള അമ്പലങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്. വർഷത്തിൽ ഒരൊറ്റ തവണ ചെയ്താൽ മതി. അതാ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണമെന്നോ അല്ലെങ്കിൽ മാസാമാസം അതിനുവേണ്ടി ഓടി ക്ഷേത്രത്തിൽ പോകണമെന്നോ ഒന്നുമില്ല. വർഷത്തിൽ ഒറ്റ തവണ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യം കൊണ്ടുവരുന്ന, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന വഴിപാടാണിത്. ചെയ്യേണ്ട മറ്റൊന്നുമില്ല. നിങ്ങളുടെ പിറന്നാൾ ദിവസം കുളിച്ച് ദേവീക്ഷേത്രത്തിൽ പോയി ഭഗവതിയെ കണ്ടു തൊഴുക. അങ്ങനെ തൊഴുന്ന സമയത്ത് ദേവിക്ക് ചുവന്ന പട്ടും രക്തഹാരവും സമർപ്പിക്കുക. ചുവന്ന പട്ടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചുവപ്പ് പട്ട് നമുക്ക് അമ്പലത്തിലെ സ്റ്റാളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെ വെളിയിൽ നിന്നായാലും വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. ചുവന്ന പട്ട്. രക്തഹാരം എന്ന് പറഞ്ഞാൽ നല്ല ചുവപ്പ് പൂക്കൾ കൊണ്ട് കെട്ടിയ മാല. ചുവപ്പ് മാത്രമായിരിക്കും, വേറെ പൂക്കളൊന്നും അതിനകത്ത് കെട്ടത്തില്ല. പൂക്കടയെ പറഞ്ഞാൽ മതി ചുവപ്പ് മാല വേണം, അല്ലെങ്കിൽ രക്തഹാരം വേണമെന്ന് പറഞ്ഞാൽ മതി. മറ്റു പൂക്കളോ തുളസിയോ മറ്റിലകളോ ഒന്നും കെട്ടരുത്, ചെഞ്ചുവപ്പ് മാലയായിരിക്കണമെന്ന് പറയണം. പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയാതെ അവരത് ചെയ്യുന്നതാണ്, രക്തഹാരം ചെയ്യുന്നതാണ്. അത് തീർത്ത് കൊണ്ടുപോയി ആ രക്തഹാരവും ചുവപ്പ് പട്ടും കൂടെ ദേവിയുടെ നടയ്ക്കൽ സമർപ്പിക്കുക. ആ ഹാരം അണിഞ്ഞ് ഭഗവതിയെ തൊഴുക. അവിടുത്തെ തിരുമേനി അത് ചാർത്ത് നിങ്ങൾക്ക് പ്രസാദം തരും. ഇത് നിങ്ങളുടെ പിറന്നാൾ ദിവസം ചെയ്യണം കേട്ടോ. ഞാനിത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരുപാട് ആളുകൾ ഇത് നിത്യേന വർഷാവർഷം ചെയ്യുന്നവരുണ്ട്. അതിൻ്റേതായ ആയുരാരോഗ്യ സൗഖ്യവും എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ബുദ്ധിയും ഐശ്വര്യവും എല്ലാം അവർക്ക് കിട്ടുന്നുമുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, 50 വഴിപാടോ 50 പുഷ്പാഞ്ജലിയോ ഒന്നും ചെയ്യണമെന്നില്ല. ഈ ഒരു ഒറ്റ കാര്യം എല്ലാ വർഷവും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവനാണ് അല്ലെങ്കിൽ അവളാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. ഏറ്റവും സത്യമുള്ള കാര്യമാണ്. പറ്റുന്നവർ ഈ കാര്യം പ്രാവർത്തികമാക്കുക. വർഷത്തിൽ ഒറ്റ തവണ ചെയ്താൽ മതി. ഏത് ദേശത്ത് നിന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് അമ്പലത്തിൽ രസീതാക്കി ഇത് സമർപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. പറ്റുന്ന എല്ലാവരും ഇത് ചെയ്യുക. അടുത്തത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ ഭഗവതി സാന്നിധ്യമുണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ കിഴക്ക് വശം ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ വീട് ഏത് സൈഡിലോട്ട് ദർശനം വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശം ഉണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട ദിക്കാണ് കിഴക്ക് എന്ന് പറയുന്നത്. ഉദയ ദിക്കാണ് അല്ലേ. നമ്മളുടെ ഐശ്വര്യത്തിൻ്റെ എല്ലാം
സ്ഥാനമാണെന്നാണ് പറയുന്നത്. കിഴക്ക് ദിക്ക് എന്ന് പറയുന്നത് വടക്ക് കിഴക്കിനും തെക്ക് കിഴക്കിനും തുല്യ പ്രാധാന്യമുള്ള സ്ഥാനങ്ങളുമാണ്. വടക്ക് കിഴക്കെന്നാണ് ഭഗവതിയും ഭഗവാനും എല്ലാം വരുന്ന ദിക്ക്, ഈശ്വരൻ വരുന്ന ദിക്ക്, ഈശ്വരൻ കുടികൊള്ളുന്ന ദിക്ക് എന്ന് പറയുന്നത്. തെക്ക് കിഴക്കാണ് മഹാലക്ഷ്മി കുടികൊള്ളുന്ന ദിക്ക്. അപ്പം വടക്ക് കിഴക്കിനും തെക്ക് കിഴക്കിനും നടുക്ക് കിടക്കുന്ന ഭാഗമാണ് കിഴക്ക് വശം എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണം കേട്ടോ. ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, നല്ല ഐശ്വര്യമായിട്ട് ഈ 2 ചെടികൾ കിഴക്ക് വശത്ത് ഒന്നിച്ച് ഒരു മൂട്ടിൽ നട്ടു വളർത്തുക. ഒരു മൂട്ടിൽ നട്ടു വളർത്തുക. ഒരുപാട് കാട് കയറി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കോതിയൊക്കെ അല്ലെങ്കിൽ വെട്ടിയൊക്കെ നിർത്താവുന്നതാണ്. ജലമൊക്കെ ഒഴിച്ചു കൊടുത്ത് വെട്ടി നിർത്താവുന്നതാണ്. ഒരുപാട് കാടാവും തിരുമേനി വളർത്താൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോതി നിർത്താവുന്ന. വളർത്തേണ്ടതെന്ന് പറയുന്നത് മഞ്ഞളും അതേപോലെ തന്നെ ശംഖുപുഷ്പമാണ്. ഒറ്റ മൂട്ടിൽ വളർത്തണം. ഒരേ മൂടിൽ വളർന്നാലേ ഇത് ഫലം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് നമുക്ക് മഞ്ഞളുടെ ചെടി വാങ്ങിക്കാൻ കിട്ടുമല്ലോ. മഞ്ഞളുടെ ചെടി കൊണ്ടുവന്ന് ഒരു കുഴിയെടുത്ത് അല്ലെങ്കിൽ ഒരു മൂടെടുത്ത് ആ മൂട്ടിൽ മഞ്ഞളും ശംഖുപുഷ്പവും കൂടെ ഒന്നിച്ച് വളർത്തുക. നീല ശംഖുപുഷ്പമാണ് ഏറ്റവും നല്ലത്. ഇത് രണ്ടും ഒന്നിച്ച് ഒരു മൂട്ടിൽ വീടിൻ്റെ കിഴക്കുവശത്ത് വളർത്തുക. വളർന്ന് കിട്ടിയാൽ ഏറ്റവും ഐശ്വര്യമാണ്. ആ ഒരു ചെടി അവിടെ നിൽക്കുന്നത്, സ്ഥാനത്ത് നിൽക്കുക എന്ന് പറയും. സ്ഥാനത്ത് നിൽക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ്. ഇതാണ് 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്. പറ്റുന്നവരെല്ലാവരും ഇത് രണ്ടും ഒന്നിച്ച് വളർത്തണം കേട്ടോ. അതിൻ്റെ ഐശ്വര്യം ആ വീടിന് കിട്ടും. അടുത്തത് 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിനടുത്ത് ദേവീക്ഷേത്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം ഒരു ദേവീക്ഷേത്രമാണെങ്കിൽ ഏറ്റവും കേമം. ആ അമ്പലത്തിൽ മാസത്തിലൊരിക്കൽ പോയി ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമല്ല, 1 രൂപ നാണയം ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം 1 രൂപ നാണയം അതിൽ നിന്ന് ചില്ലറ മാറി എടുക്കുക. എടുത്തിട്ട് ആ 1 രൂപ നാണയം അല്ലെ 5 രൂപ നാണയാലും മതി, നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് 3 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ആ ദേവീക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാണിക്കയായിട്ട് സമർപ്പിച്ച് അവിടുത്തെ ഭഗവതിക്ക് ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലിയുണ്ട്. ഇത് കഴിപ്പിക്കുക. മാസാമാസം മുടങ്ങാതെ കഴിപ്പിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത്, മാസം 1-ാം തീയതി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 30 വെള്ളിയാഴ്ച വരും ഒരു മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ചെയ്യണമെങ്കിൽ ചെയ്യാം. പൗർണമി ദിവസം വരും, ഏറ്റവും കെങ്കേമമാണ്. പൗർണമി ദിവസം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം മതി, നിങ്ങളുടെ ഇഷ്ടമാണ്. ആ ഒരു ദിവസം പോയി തലയ്ക്ക് നാണയം ഒഴിഞ്ഞിട്ട് ഭഗവതിക്ക് ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുക. അങ്ങനെ എല്ലാ മാസവും ഒന്ന് ചെയ്തു നോക്കിക്കേ. ആ വീട് രക്ഷപ്പെടും. ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും വരും. ഇത് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതിൻ്റെ ഗുണം ആ വീടിനും അവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഉണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ്. ഇതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്തത് 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള സൂര്യമുഖം ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ആദിത്യമുഖം, സൂര്യമുഖം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ക്ഷേത്ര സ്റ്റാളുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അവിടുന്ന് വാങ്ങി ദേവീക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്ത് കെട്ടണം കേട്ടോ. പ്രത്യേകിച്ചും സൂര്യന് അഭിമുഖമായിട്ട് കെട്ടാൻ പറ്റുമെങ്കിൽ, വീട് കിഴക്കോട്ടോ വടക്കോട്ടോ ഒക്കെ ആ ദർശനമെന്നുണ്ടെങ്കിൽ സൂര്യന് അഭിമുഖമായിട്ട്, അഭിമുഖമായിട്ട് കെട്ടാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അങ്ങനെ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. അല്ലാതായാലും വീടിൻ്റെ മുൻഭാഗത്ത് നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തോട്ട് പോകുമ്പോഴും നമ്മൾ തിരിച്ചു വന്ന് കയറുമ്പോഴും കാണുന്ന രീതിയിൽ, പുറത്തു നിന്നൊരാൾ നോക്കിയാൽ കാണുന്ന രീതിയിൽ കെട്ടണം. ഇത് നമുക്ക് ദേവീക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കണം. ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭഗവതി സങ്കല്പത്തിലുള്ള ഏത് ക്ഷേത്രമാവാം. മഹാകാളി ക്ഷേത്രം അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം, ഭഗവതി ക്ഷേത്രം, ഏത് ബാലസ്വരൂപത്തിലുള്ള ക്ഷേത്രമാണെങ്കിൽ അങ്ങനെ ഭഗവതി എവിടെ കുടികൊള്ളുന്നോ ഭഗവതിയുടെ ക്ഷേത്രത്തിലോ കാവിലോ കൊടുത്ത് പൂജിച്ച് വാങ്ങിച്ച് വീടിൻ്റെ മുൻഭാഗത്ത് കെട്ടുക. ഏറ്റവും ഐശ്വര്യമായിരിക്കും. നമ്മളുടെ ജീവിതത്തെ ദ്രോഹിക്കുന്ന എല്ലാ രീതിയിലുള്ള നെഗറ്റീവ് ഊർജവും, നമ്മളുടെ ജീവിതത്തിൽ ദുഃഖം വിതറുന്ന എല്ലാ ദുഃഖകാര്യങ്ങളും ഒഴിവായി പോകും. നമ്മളുടെ ജീവിതത്തിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഒരു കവചമായി ഈ സൂര്യമുഖം നിൽക്കും. ജീവിതം നാൾക്ക് നാൾ ഉയർച്ചയിലേക്കും പ്രകാശത്തിലേക്കും നീങ്ങുകയും ചെയ്യുന്നതാണ്. ഇത് ഏറ്റവും ശക്തിയുള്ള കാര്യമാണ് കേട്ടോ. പറ്റുന്നവരെല്ലാവരും വീടിൻ്റെ മുന്നിൽ ദേവീക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന് കെട്ടുക. അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുടുംബത്തിനും കിട്ടുന്നതാണ്. അടുത്തത് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും രാത്രി
കിടക്കാൻ പോകുന്നതിന് മുമ്പ്, നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ പോകുമല്ലോ, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന മന്ത്രം ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങണം കേട്ടോ. അതിപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവർക്കും ചൊല്ലാം. വീട്ടിലെല്ലാവരും ഇത് പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. നിങ്ങൾ ഒരാളായിട്ട് പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രിയിൽ എല്ലാ ജോലിയെല്ലാം തീർത്ത്, അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ കിടക്കാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു നിമിഷം ഒന്ന് സമാധാനമായിട്ട് മനസ്സ് ഏകാഗ്രമാക്കി കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് ഈ രഹസ്യ മന്ത്രം ഒന്ന് ചൊല്ലണം. ഇതെല്ലാവരും ചൊല്ലുന്നതോ എല്ലാവരും പറഞ്ഞു തരുന്നതോ മന്ത്രമല്ല. മന്ത്രം ഇങ്ങനെയാണ്: ഓം നമോ ഭഗവതി രക്തം പീഠം നമ. എങ്ങനെയാണ്? ഓം നമോ ഭഗവതി രക്തം പീഠം നമ. ഇത് ചൊല്ലുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന എല്ലാ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും, എല്ലാ ദോഷങ്ങളും, എല്ലാ അപകടങ്ങളും, നമ്മളുടെ ജീവിതത്തിൽ സങ്കടം വിതറാൻ വരുന്ന എല്ലാത്തരം ശക്തികളെയും ഇല്ലാതാക്കാൻ, നമ്മളുടെ വഴി തെളിയിക്കാൻ വേണ്ടി നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ചൊല്ലേണ്ട മന്ത്രമാണ്. ആരാണോ ഈ മന്ത്രം നിത്യേന ചൊല്ലുന്നത്, അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ ഉയർച്ചയും ഐശ്വര്യവും എല്ലാ കാര്യങ്ങളിൽ നേട്ടവും വിജയവും വന്നു ചേരുന്നതായിരിക്കും. സത്യമുള്ള കാര്യം കേട്ടോ. രാത്രി പ്രത്യേകിച്ചും വീട്ടിലെ ഗൃഹനാഥന്മാർ, അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലിയിട്ട് കിടക്കാവുന്നതാണ്. രാത്രി കിടക്കുമ്പോൾ 3 തവണ ചൊല്ലിയാൽ മതി, ഒരുപാട് തവണയൊന്നും വേണ്ട. ഓം നമോ ഭഗവതി രക്തം പീഠം നമ എന്ന് ചൊല്ലിയിട്ട് ഐശ്വര്യമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ദോഷ ദുരിതങ്ങൾ രാത്രിക്ക് രാത്രി തീരും. അടുത്ത ദിവസം എല്ലാ ഐശ്വര്യത്തോടും കൂടി ജനിക്കാനും എല്ലാ കാര്യങ്ങളിലേക്കും മംഗളകരമായിട്ട് പോകാനും ഉതകുകയും ചെയ്യുന്നതാണ്. ഇതാണ് 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 7ാമത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പറ്റുന്നവർ ഇതും ചെയ്യുക, ഏറ്റവും നല്ലതാണ്. വർഷത്തിലൊരിക്കൽ ഞാൻ ഈ പറയുന്ന 4 മഹാക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നാണയപ്പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടി നാണയപ്പിടി സമർപ്പിക്കുക കേട്ടോ. ഒരു 10-50 രൂപയ്ക്ക് ചില്ലറ മാറി ഒരു പിടി, ഒരു കൈക്കൊമ്പിളിൽ കൊള്ളുന്ന അത്ര നാണയം, ഒരു പിടി നാണയം നിങ്ങളുടെ 2 കൈകൊണ്ടും ഈ പറയുന്ന മഹാക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി അവിടുത്തെ കാണിക്കയായിട്ട് സമർപ്പിച്ച് ഭഗവതിയെ തൊഴുക. ഒന്നുകിൽ ചോറ്റാനിക്കര പോവുക, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പോവുക, അല്ലെങ്കിൽ കാടാമ്പുഴ പോവുക, അതും അല്ലെങ്കിൽ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പോവുക. ഈ 4 മഹാക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വർഷത്തിൽ ഒരിക്കൽ മതി. വർഷത്തിലൊരിക്കൽ ഈ പറയുന്ന 4 അമ്പലം, ഇപ്പോൾ ഈ വർഷം ഒരിടത്താണ് പോകുന്നതെങ്കിൽ അടുത്ത വർഷം വേണമെങ്കിൽ മാറിപ്പോവാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അല്ല, ഒരിടത്ത് തന്നെയാണ് എല്ലാ വർഷവും പോകുന്നതെങ്കിലും കുഴപ്പമില്ല. ഈ പറയുന്ന 4 ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ പോയി അവിടെ പോയി ഭഗവതിയെ തൊഴുത് ഒരു പിടി നാണയം എന്ന് പറയുമ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ചില്ലറ മാറി പൈസ എടുത്തു വെച്ച് വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പിലായിട്ട് ഒരു ദിവസം വെച്ച് വിളക്ക് കത്തിച്ച് ആ നിലവിളക്കിന് മുന്നിൽ സമർപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലത്. ഒരു പിടി എന്ന് പറയുമ്പം 50-100 രൂപയ്ക്ക് ചില്ലറ മാറുക. ആ ചില്ലറ ഒരു പിടിപ്പണമായിട്ടുണ്ടാവുമല്ലോ കയ്യിൽ. ആ ഒരു പിടിപ്പണം ഒന്ന് പൊതിഞ്ഞോ മറ്റോ എടുത്തിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടുപോവുക. അവിടെ ചെന്നിട്ട് പൊതിയോടുകൂടി ഇടരുത്, പൊതി അഴിച്ച് 2 കൈ കൊണ്ടും ആ നാണയം കയ്യിൽ വെച്ചുകൊണ്ട് ആ ഭണ്ഡാരത്തിലേക്ക്, അല്ലെങ്കിൽ ആ കാണിക്ക വഞ്ചിയിലേക്ക് ആ നാണയപ്പിടി സമർപ്പിക്കുക. ഏറ്റവും ഗംഭീരമായിരിക്കും കേട്ടോ. ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി, ജീവിത വിജയം, കാര്യവിജയം, ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ആഗ്രഹിക്കുന്നവർ ചെയ്താൽ ആ മഹാക്ഷേത്രം വഴി നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിപാടുകളിലൊന്നാണിത്. അപ്പം ഇതാണ് 7ാമത് ഒരു കാര്യം കൂടെ പറയുന്നത്. അപ്പം ഈ 7 കാര്യങ്ങളിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യൂ, അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും ശക്തിയുള്ള ഭഗവതി രഹസ്യങ്ങളാണ് ഈ പറഞ്ഞത്. ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടും, അതിൻ്റെ ഒരു ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ കവചവും ഉണ്ടാകും. ഏതാപത്തിലും എത്ര പരീക്ഷിച്ചാലും നിങ്ങളെ രക്ഷിക്കാൻ ഭഗവതി അവതരിച്ചിരിക്കും. എത്ര ദുഷ്ടശക്തികൾ നിങ്ങളെ നശിപ്പിക്കാൻ വന്നാലും അതിനെയൊക്കെ തകർത്തെറിഞ്ഞ് ഭഗവതി മുന്നിൽ നിന്ന് നിങ്ങളുടെ ജീവിതം നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന 7 ഒരെണ്ണം വീട്ടിൽ ചെയ്യൂ, അതിൻ്റെ ഗുണം കിട്ടട്ടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.